ഈ വീഡിയോയിൽ എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ്. നമുക്ക് ഈ ഒരു തീവ്രവാദത്തിനെ കുറിച്ച് നമ്മൾ പല വീഡിയോകളിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിനകത്ത് ഈ കോങ്കോയിലുള്ള ഒരു വിഷയം പറഞ്ഞു പോവാം. കാരണം ഈ കോങ്കോയിലുള്ള വിഷയം ആരും തന്നെ ഇതുവരെ കവർ ചെയ്യുന്നില്ല. ഒരുപാട് മലയാള മീഡിയാസിൽ തന്നെ ഞാൻ കാണാൻ വളരെ റെയർ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു റീച്ചിലേക്ക് എത്തിയിരിക്കുകയെന്ന് വെച്ചാൽ ഒരു 70 പേരെ കഴുത്ത് കൊന്നിരിക്കുകയാണ്. ഇതാണ് സംഭവം. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കൊല്ലപ്പെട്ട ആൾക്കാരെല്ലാം തന്നെയും ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ കോങ്കോയിലുള്ള ഒരു റൈവൽറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M23 എന്ന് പറഞ്ഞ പേരുള്ള ഒരു റിബൽ ഗ്രൂപ്പാണ്, ഒരു വിമത ഗ്രൂപ്പാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് അവരിപ്പം ഈ തുടർന്ന് മാസങ്ങളായിട്ട് അവിടെ ഇപ്പൊ ഈ ഒരു അടി തുടങ്ങിയിട്ട് കുറെ കാലമായി. നമ്മൾ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഇതിനെ ചെറുതായിട്ട് കവർ ചെയ്തിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ കൂടുതലായിട്ട് അങ്ങോട്ട് ഫോക്കസ് ചെയ്തില്ല. കാരണം അതൊരു തീവ്രവാദപരമായ ഒരു നടപടിയല്ല. ശരിക്കും പറഞ്ഞാൽ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഒരു വഴക്കായിട്ടാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷെ അതിന് ഇപ്പൊ ഏറ്റവും കൂടുതൽ തെളിവുകൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ ഇസ്ലാമിക തീവ്രവാദികളുമായിട്ട് ബന്ധമുള്ള ഒരു ഗ്രൂപ്പ് അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത്. ഇപ്പൊ ഗ്ലോബൽ മീഡിയാസ് എല്ലാം ഇതിനെ പോപ്പുലർ ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഒരു വിഭാഗത്തിലുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഇവർ ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് മറ്റുള്ള, അതായത് ഈ ഒരു കോങ്കോയിലെ ഈ ഒരു DRC എന്ന് പറഞ്ഞ ആ രാജ്യത്തിന് നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അതിന്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു ആർമി അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനെതിരെയാണ് ഇവര് പൊരുതുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു M23 എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പിനെ ബാക്ക് ചെയ്യുന്നത് റുവാണ്ടയാണ്. ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് റെയർ എർത്ത് മിനറൽസ്, കൊബാൾട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള വിഷയങ്ങൾ ഇതിനകത്ത് ചേർന്ന് കിടപ്പുണ്ട്. എന്നാൽ തന്നെയും ഇതിനകത്ത് നമ്മൾ ഈ റുവാണ്ട എന്ന് പറയുമ്പോഴത്തേക്കും ഈ ആഫ്രിക്കൻ റീജിയനിൽ തന്നെ ഏറ്റവും വൃത്തിയായിട്ടുള്ള ഒരു രാജ്യം, റീസെന്റ് ഏറ്റവും കൂടുതൽ ചൈനീസ് ഫണ്ട് അങ്ങോട്ട് ഒഴുകുകയും അതുപോലെ വേൾഡ് ബാങ്കിന്റെ സൈഡിൽ നിന്നുള്ള ലോണുകളൊക്കെ എടുത്ത് നല്ല രീതിയിൽ ആ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരാള് വൃത്തിയായിട്ട് ആ രാജ്യം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അവിടുത്തെ മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, അവിടുത്തെ റോഡ് എല്ലാം തന്നെ നല്ല ഹൈലി ഡെവലപ്ഡ് ആണ്. നമ്മളൊരു ആഫ്രിക്കൻ രാജ്യമാണ് എന്നുള്ള നിലയിൽ നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് ഉള്ള ഒരു രാജ്യമാണ് ഈ ഒരു റുവാണ്ട. അതായത് ഈ ഒരു റുവാണ്ട എന്ന് പറയുന്നത് ഇത് കോങ്കോയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ്. അതായത് അവര് ഭയങ്കരമായിട്ട് എഡ്യൂക്കേഷനിൽ അതിലൊക്കെ ഡെവലപ്പ് ആയി പോയി എന്നല്ല പറയുന്നത്. ആ രാജ്യം ഫെസിലിറ്റീസ് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്, നല്ല വൃത്തിയാണ്, നീറ്റ് ആൻഡ് ക്ലീൻ. ആ രീതിയിലാണ് അവിടുത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അവിടെ എഡ്യൂക്കേഷൻസ് ഒക്കെ പുരോഗമിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആൾക്കാർ ഡെവലപ്പായി വരാൻ കുറച്ച് ടൈം എടുക്കും. പക്ഷെ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ ഇങ്ങനെ ഒരു റൈവൽറി അവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ റുവാണ്ട, ഈ കോങ്കോ, ഈ ഭാഗങ്ങളിലെല്ലാം തന്നെയും നല്ല രീതിയിൽ എപ്പോഴും ഈ ഒരു വിഷയങ്ങൾ കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ ഇതിനെ ഈ ഒരു ഗോത്ര കലാപങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന രീതിയിലുള്ള ചില കലാപങ്ങൾ നടന്നിരുന്നതും അവിടെ ഒരുപാട് ഈ ഒരു കോങ്കോ, ഈ റുവാണ്ട, ഈ രാജ്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ക്രൂരകൃത്യങ്ങൾ നടന്നതിന്റെ തെളിവുകളായിട്ട് ഒരുപാട് മോണ്യുമെന്റുകൾ നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ ഒരു സൈഡിൽ ഇരുന്നാലും നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിഭയാനകമാണ്, എന്ന് പറഞ്ഞാൽ അതിഭീകരമാണ്. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഞാൻ ഈ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ്, ഈ 2 Iയും 2 S ഉള്ള ഈ ഒരു സംഘടനയുടെ പേര് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, അതായത് ഈ ഒരു M23 എന്ന് പറഞ്ഞ ഈ ഒരു വിമതർ ശരിക്കും പറഞ്ഞാൽ കോങ്കോയുടെ നിലവിലെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എതിരെയാണ് അവർ വരുന്നത്. അപ്പൊ അതിലൂടെ അവർ ഒരുപാട് ആൾക്കാരെ ആക്രമിക്കുന്നുണ്ട്. പക്ഷെ അതിൽ സ്പെഷ്യലി ഇവര് ഒരു ആക്ട് ആയിട്ട് തന്നെ നടത്തിയിരിക്കുന്നത് 70 പേരെ ഒരുമിച്ച് ഇവരിങ്ങനെ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇത് 70 പേരെ ഒരുമിച്ച് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് ഈ ഒരു ആക്ട് ശരിക്കും പറഞ്ഞാൽ ഈ 2 Iയും 2 S ഉള്ള ഈ ഒരു തീവ്രവാദികളെ ലിബിയയിൽ നിന്നും ഈജിപ്തിലുള്ള കോപ്റ്റിക് ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞ ഒരു 20 പേരെ വിളിച്ചുകൊണ്ട് പോയി കടലിന്റെ ആ സൈഡിൽ നിർത്തിയിട്ട് 20 പേരെ നിർത്തിയിട്ട് ഇവർ കാണിച്ച ഒരു പരിപാടി. ഈ സെയിം മെത്തേഡിൽ തന്നെയാണ് ഇവർ ചെയ്തിരുന്നത്. അവരെ ബ്രൂട്ടലി അവരെ പല രീതിയിലും പീഡിപ്പിച്ചിട്ടാണ് അവർ കൊണ്ടുവന്ന് ഈ ഒരു കടലിന്റെ തീരത്ത് നിർത്തിയിട്ട് അവർ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതേ രീതിയിലാണ് ചെയ്തത്. അത് അവർ വീഡിയോ എടുത്ത് ഈ ലോകത്തെമ്പാടുമുള്ള ആൾക്കാർക്ക് അത് പ്രചരിപ്പിച്ചായിരുന്നു. ഇത് ആ ഒരു കാലഘട്ടത്തിൽ ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. ആ ഒരു ഓറഞ്ച് കളർ സെയിം യൂണിഫോം ഇട്ട് 20 പേരെ നിർത്തിയിട്ട് അവർ ആഹ്വാനം ചെയ്ത് നടത്തിയ ഒരു തീവ്രവാദ പ്രവർത്തനം. ആ പ്രവർത്തനത്തിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഈ 70 പേരുടെയും ഈ ഒരു പ്രവൃത്തി ഈ ഒരു സമയത്ത് കോങ്കോയിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ലോകത്തെ തന്നെ നല്ല രീതിയിൽ അമ്പരപ്പിക്കുന്ന ഒരു ഏർപ്പാടായിട്ടാണ് ഇപ്പൊ ഇത് കാണുന്നത്. പല മീഡിയാസും ഇതിപ്പോ ചർച്ച ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ തീവ്രവാദം ആ രീതിയിൽ പടർന്ന് പന്തലിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം ഇത് ഇവിടെ ഞാൻ പറഞ്ഞു വന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ കോങ്കോയുടെ വിഷയം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് 2 രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിനകത്ത് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും. ഇവിടെ ശരിക്കും പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ ഈ കോങ്കോയുമായിട്ട് ഒരു കരാർ വെച്ചിട്ടുണ്ട്. ഈ കൊബാൾട്ട് എന്ന് പറഞ്ഞ ഈ ഒരു മിനറലിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ അവിടെ ഈ ഒരു യൂറോപ്യൻ യൂണിയനും അതുപോലെ തന്നെ ചൈനയും. അപ്പൊ ഇതിനകത്ത് പുറകിലുള്ള ആൾക്കാർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യം വേറെ ഒന്നുമല്ല, ഈ ചൈനയുടെ ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിളിന്റെ ഈ ഒരു ഡോമിനേഷൻ, ചൈനയുടെ ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിലുള്ള ഡോമിനേഷൻസ് തീർച്ചയായിട്ടും യൂറോപ്യൻ മാർക്കറ്റിനെ നല്ല രീതിയിൽ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. യൂറോപ്യൻസ് കുറെ കാലം കൊണ്ട് അവരുടെ മാനുഫാക്ചറിംഗ് ആയിട്ടുള്ള പല ലീഡിംഗ് വെഹിക്കിൾസും തന്നെയും
പുറകിലോട്ട് പോയതിനും അവരുടെ പല ലീഡിംഗ് മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ തന്നെയും പുറകിലോട്ട് പോയതിനും പ്രധാനപ്പെട്ട ഒരു കാരണം ചൈനയാണ്. അതായത് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രിക് വെഹിക്കിളിന്റെ ഒരു കാലഘട്ടമാണ്. അപ്പൊ ആ ഒരു സാഹചര്യം അനുസരിച്ച് യൂറോപ്പ് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്ത് ഈ ഒരു കൊബാൾട്ട് എന്ന് പറഞ്ഞ ഈ ഒരു മിനറൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ശ്രമം നടത്തിയത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കോങ്കോയുമായിട്ട് യൂറോപ്യൻ യൂണിയൻ ഒരു കരാർ വെച്ചത്. ആ കരാറിൽ ശരിക്കും കോങ്കോയിൽ നിന്നും ഈ കോങ്കോയ്ക്ക് ബന്ധപ്പെട്ട ഈ ഒരു സ്ഥലം, അതായത് ഇപ്പം ഈ ഒരു M23 എന്ന് വിളിക്കപ്പെടുന്ന ഈ ഒരു വിമതർ ഇപ്പൊ കൈയടക്കി വെച്ചിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഇപ്പൊ അങ്ങനെയാണ്. ഈ റുവാണ്ട രാജ്യം ബാക്കപ്പ് കൊടുക്കുന്ന ഈ M23 എന്ന് പറയുന്ന ഈ ഒരു വിമതർ ഈ കോങ്കോയിൽ നിന്നും പുറത്തു പോകുന്നത് വരെ ഈ കോങ്കോയുമായിട്ട് ആ ഒരു മിനറൽ ഡീലുമായിട്ട് മുന്നോട്ട് പോവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മറ്റേ സൈഡിൽ കൾപ്രിറ്റാണ്. അതാരാണ്? ചൈന. ഈ റുവാണ്ടയെ ഫുൾ ആൻഡ് ഫുൾ ബാക്കപ്പ് ചെയ്യുന്നത് ചൈനയാണ്. ഓപ്പൺ ആയിട്ട് ഇതുവരെ ആരും അത് പറഞ്ഞിട്ടില്ല. പക്ഷേ അതാണ് അതിന്റെ വസ്തുത. അവിടുത്തെ പ്രസിഡന്റ് ഏറ്റവും കൂടുതൽ ടൈപ്പ് വെച്ചിരിക്കുന്നത് ചൈനയുമായിട്ടാണ്. അവിടുത്തെ റോഡ് ആയിക്കോട്ടെ, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ കംപ്ലീറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൈസയും ഫണ്ടും കാര്യങ്ങളെല്ലാം മുടക്കിയിരിക്കുന്നത് ചൈനയാണ്. അപ്പൊ ചൈന ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ചൈനയ്ക്ക് ഈ ഒരു കൊബാൾട്ടുമായിട്ട് താല്പര്യമുണ്ട്. ചൈനയ്ക്ക് ഈ ഒരു കൊബാൾട്ട് യൂറോപ്പിലേക്ക് എത്താൻ പാടില്ല, അങ്ങനെ ചൈന വിചാരിക്കുന്നുണ്ട്. കാര്യം ഇലക്ട്രോണിക് വെഹിക്കിൾ, BYD, ഷവോമി ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയിൽ കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്നത് ചൈനയാണ്. അപ്പൊ അതുകൊണ്ട് യൂറോപ്പിന് ഈ ഒരു കൊബാൾട്ട് പോകാൻ പാടില്ല എന്ന് ചൈന വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇൻഡയറക്ട്ലി ഈ റുവാണ്ടയെ തന്നെയാണ് ചൈന സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ റുവാണ്ടയുടെ പ്രസിഡന്റ് ഇത് ഞങ്ങൾക്കൊരു ത്രെട്ടാണ്. ഏത്? ഈ കോങ്കോയിലുള്ള ആൾക്കാർ, ഈ കോങ്കോയിലെ ഈ ബോർഡർ ഏരിയയിൽ താമസിക്കുന്ന ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ റുവാണ്ട രാജ്യത്തിന് ഒരു ത്രെട്ടാണ് എന്നൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റുവാണ്ടൻ പ്രസിഡന്റിന് അയാളുടെ ഫർദർ ആയിട്ടുള്ള ഇലക്ഷൻസിന് മത്സരിക്കാനും അതിൽ വിജയം നേടാനും ഒരു പൊളിറ്റിക്കൽ താല്പര്യം അതിനകത്ത് ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. റുവാണ്ടൻ പ്രസിഡന്റ് ഈ M23 എന്ന് പറഞ്ഞ ഈ ഒരു ഗാങ്ങിനെ ഫീഡ് ചെയ്ത് റുവാണ്ടയുടെ സപ്പോർട്ടോട് കൂടി, ഇനിയിപ്പോ ഇതിനകത്ത് ചൈനയുടെ ഫണ്ടിന്റെ ബാക്കപ്പ് ഉണ്ടോ എന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷേ ചൈന റുവാണ്ടയാണ് ബാക്കപ്പ് ചെയ്യുന്നത്, അത് മാത്രം നമുക്കറിയാം. കാരണം ഏറ്റവും കൂടുതൽ ആ കൺട്രിയുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ചൈനയ്ക്ക് റിലേഷൻഷിപ്പ് ഉള്ളത്, മോർ ദൻ കോങ്കോ. യൂറോപ്യൻ യൂണിയൻസ് ശരിക്കും പറഞ്ഞാൽ കോങ്കോയുമായിട്ടാണ് ഏറ്റവും കൂടുതൽ റിലേഷൻഷിപ്പ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലാഷ് മനസ്സിലായോ? ഇതാണ് ശരിക്കും അവിടെ നടക്കുന്ന ഒരു ക്ലാഷ്. ഇതിന്റെ ഇടയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ബലിയാടുകളായിട്ടിരിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പം ഇതിനകത്ത് ലീഡ് ചെയ്യുന്നത് M23 എന്ന് പറഞ്ഞ ആ ഒരു വിമത ഗ്രൂപ്പാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്യുന്നത്. ഇപ്പൊ അവർ പിടിച്ചടക്കിയ സിറ്റികൾ എന്ന് പറഞ്ഞാൽ ആദ്യം അവർ ഈ ഗോമ എന്ന് പറഞ്ഞാൽ ഞാൻ മാപ്പ് കാണിക്കാം, ആ മാപ്പിൽ ഞാൻ കറക്റ്റ് പോയിന്റ് ഔട്ട് ചെയ്ത് കാണിക്കാം. റുവാണ്ടയും കോങ്കോയും കൂടെ ഈ ബോർഡർ ഷെയർ ചെയ്യുന്ന സ്ഥലങ്ങളിലായിട്ട് വരുന്ന ഈ ഒരു സിറ്റികളാണ് ഏറ്റവും ആദ്യമേ ഇവർ കയറി പിടിക്കുന്നത്. അതിനുശേഷം അവർ കുറച്ചുകൂടെ ഡീപ്പായിട്ട് വന്നിട്ട് ബക്കാവു എന്ന് പറഞ്ഞ ഒരു സിറ്റി കൈയടക്കാണ്. ബക്കാവുൽ തന്നെ അവർ നോർത്തും സൗത്ത് എല്ലാം അവർ കീഴടക്കാണ്. കംപ്ലീറ്റ് ബക്കാവു സിറ്റി മൊത്തം അവർ കീഴടക്കി. അതിനുശേഷം ഇപ്പൊ അവർ എത്തിപ്പെടുന്നതെന്ന് പറഞ്ഞാൽ നോർത്ത് കീവു, സൗത്ത് കീവു, ഈ ഇത്രയും ഏരിയ, അതായത് ഈ ഒരു ഗോമോ, ബക്കാവു, നോർത്ത് കീവു, സൗത്ത് കീവു, ഇത്രയും സ്ഥലങ്ങൾ ഇപ്പൊ അവർ കൈയടക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പൊ DRC ശരിക്കും പറഞ്ഞാൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്, ദിവസേന പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർ അങ്ങോട്ട് മാക്സിമം ചെറുത്തുനിൽപ്പ് നടത്തുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു M23 നടത്തുന്ന അത്ര ആക്രോശപൂർവ്വം നടത്താൻ കഴിയുന്നില്ല. അപ്പൊ ഈ M23യിലാണ് ഈ തീവ്രവാദ ഗ്രൂപ്പ് ലയിച്ചിരിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇവര് ഒരുമിച്ച് ഇപ്പൊ ഈ M23 എന്ന് പറയുന്നത് ഒരു ഒഫീഷ്യലി അനൗൺസ്ഡ് ചെയ്ത ഒരു രാജ്യത്തിന്റെ ഒരു ബറ്റാലിയനോ അല്ലെങ്കിൽ ഒരു മിലിറ്ററി ഗ്രൂപ്പോ അല്ല. ഇതൊരു വിമത ഗ്രൂപ്പാണ്. അപ്പൊ ഇതൊരു വിമത ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ സിറിയയിൽ വിമത ഗ്രൂപ്പ് എങ്ങനെയാണ് ഉണ്ടായത്, അതുപോലത്തെ ഒരു വിമത ഗ്രൂപ്പ്, അത്രേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് ഇവരൊരു ഹിഡൻ അജണ്ട വെച്ചിരിക്കുന്നത് ഇവര് തീവ്രവാദികളാണെന്ന് ഇതുവരെ പുറത്ത് പറയാതെ തീവ്രവാദം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ചകഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും ഇതെന്താണ് ഇതിനകത്ത് തീവ്രവാദം എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാല്, ഞാൻ പറഞ്ഞല്ലോ ഒരു തീവ്രവാദ ഗ്രൂപ്പ് M23യുടെ ഉള്ളിൽ ലയിച്ചിരിക്കുന്നുള്ളത്. ആ തീവ്രവാദ ഗ്രൂപ്പിന്റെ ഒരു ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ADF എന്നാണ് ഈ ഒരു സംഘടനയുടെ പേര്. ഈ ADF എന്ന് പറഞ്ഞ സംഘടന ഉണ്ടാകുന്നത് 1990-ലാണ്. എന്നിട്ട് ഈ 90-ൽ ഉണ്ടാകുന്ന സംഘടന 2019 ഈ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റുമായിട്ട് ലയിച്ചു എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു സംഘടന ഈ ഒരു M23 എന്ന് പറഞ്ഞ ആ ഒരു വിമത ഗ്രൂപ്പിൽ ലയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ ഒരു റിബൽ ഗ്രൂപ്പിന് ഈ ഒരു തീവ്രവാദ പരിവേഷം കിട്ടിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വ്യത്യസ്തമായ വീക്ഷണത്തിൽ നോക്കി കാണേണ്ട ഒരു വിഷയമായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പൊ ഈ ഒരു കോങ്കോ, ഈ റുവാണ്ട. കോങ്കോയുടെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ റുവാണ്ടയുമായിട്ട് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. എന്നിട്ട് ഈ റുവാണ്ട ഈ M23ക്ക് കൊടുക്കുന്ന സപ്പോർട്ട് പിൻവലിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഇപ്പോൾ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് കോങ്കോ പറയുന്നത്. പക്ഷെ അപ്പോഴത്തേക്കും റുവാണ്ട പറയുന്നത് റുവാണ്ടയ്ക്ക് ഞങ്ങളുടെ പിന്തുണ M23ക്ക് ഉണ്ട് എന്ന് പറയുന്നതിനോട് വിയോജിപ്പുണ്ട്. എന്നാൽ റുവാണ്ട പിന്തുണയ്ക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, പിന്തുണയ്ക്കുന്നുണ്ട്. റുവാണ്ടയുടെ സപ്പോർട്ടോട് കൂടി തന്നെയാണ്, റുവാണ്ട സൈഡിൽ നിന്ന് തന്നെയാണ് ഈ ഒരു M23 കയറി വന്നത്. അപ്പൊ അതിനകത്ത് റുവാണ്ടയുടെ സപ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സപ്പോർട്ട് ഉണ്ട്. പക്ഷെ പൊളിറ്റിക്കലി അല്ലെങ്കിൽ ഓപ്പൺലി ഇവരാരും അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല.
ആര്? റുവാണ്ട. അതുകൊണ്ട് റുവാണ്ട പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാനാണ്? നിങ്ങൾ കോങ്കോ, നിങ്ങൾ ആ റിബൽ ഗ്രൂപ്പുമായിട്ട് നിങ്ങൾ ഇന്റർനലി ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, അതാണ് DRC എന്ന് പറയുന്നത് കേട്ടോ, ഈ DRCയുമായിട്ട് ചേർന്ന് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന M23 ആ പിന്നെ വിമത ഗ്രൂപ്പുമായിട്ട് നിങ്ങൾ ചർച്ച നടത്തൂ. നിങ്ങൾ ചർച്ച നടത്തി നിങ്ങൾ റിസോൾവ് ചെയ്യൂ. ഇതിനകത്ത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാണെന്നുള്ള രീതിയിലെ കൈകഴുകൽ മെത്തേഡാണ് റുവാണ്ട സ്വീകരിക്കുന്നത്. അപ്പൊ ഇതുകൊണ്ട് സംഭവം വെച്ചാൽ ഇപ്പോഴെങ്കിലും ഈ ഇടപെട്ട കാലത്തൊന്നും ഈ പ്രശ്നം തീരുമെന്നുള്ള വിശ്വാസമൊന്നും നമുക്ക് ആർക്കും ഇല്ല എന്നുള്ളതാണ്. അതിലുപരിയായിട്ട് ഇതാ ഈ കൂട്ടക്കൊലകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ കൂട്ടക്കൊല എന്ന് പറഞ്ഞാൽ ടാർഗറ്റഡ് ക്രിസ്ത്യൻസ്, അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ അവര് കൃത്യമായ ടാർഗറ്റുകളാണ് നടപ്പിലാക്കുന്നത്. അതും ഇതേ മാതൃകയിൽ ഞാൻ പറഞ്ഞല്ലോ, ലിബിയയിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയിട്ടുള്ള 20 കോപ്റ്റിക്, ഈജിപ്തിൽ നിന്നും ലിബിയയിലേക്ക് ജോലിക്ക് പോയ 20 കോപ്റ്റിക് ക്രിസ്ത്യൻസിന് എന്താണ് സംഭവിച്ചത്? ആ സെയിം മാതൃകയിലാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയനുമായിട്ട് ഈ കൊബാൾട്ട് മിനറൽ മൈനിങ് നടത്താൻ വേണ്ടിയിട്ട് ഏകദേശം $935 മില്യൺ കരാറാണ് യൂറോപ്യൻ യൂണിയനുമായിട്ട് വെച്ചിരിക്കുന്നത് കോങ്കോ. പക്ഷെ ഈ ഒരു ഡീല് യൂറോപ്പിന് നടക്കാൻ പാടില്ല എന്ന് ഒരു ശക്തി പിന്നിൽ നിന്നും കളിക്കുന്നുണ്ട്. അത് റുവാണ്ട ത്രൂ കളിക്കുന്നുണ്ട്. അത് ചൈനയാണെന്നാണ് ബലമായ സംശയം. സംശയമൊന്നുമില്ല, ചൈന തന്നെയാണ്. ഈ കൊബാൾട്ട് കൂടുതൽ സപ്പോർട്ടീവ് ആവുന്നത് ഇലക്ട്രിക് വെഹിക്കിളിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ മാർക്കറ്റിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ചൈന തന്നെയാണ് ഇതിന്റെ പുറകിൽ, അല്ലാതെ വേറെ ആരുമില്ല. ഞാൻ ഇലക്ട്രിക് വെഹിക്കിളിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ എലോൺ മസ്കിന്റെ ടെസ്ലയെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തും കുറെ കമന്റുകൾ ഈ ടെസ്ല അഥവാ ഈ ഒരു ടെക്നോളജിയിൽ ഭയങ്കര കീനായിട്ടുള്ള താല്പര്യമുള്ള ആൾക്കാര്, അതായത് മസ്കിനെതിരാണോ അല്ലെങ്കിൽ ഈ ഇലക്ട്രിക് വെഹിക്കിളിനെതിരാണോ എന്ന രീതിയിലൊക്കെ കമന്റുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനോട് ബന്ധപ്പെട്ട ഒരു വാർത്തയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് വേറെ ഒന്നുമല്ല, ടെസ്ല 50% സെയിൽസ് ഡ്രോപ്ഡ് ഇൻ യൂറോപ്പ്. ഇത് ഞാനല്ല പറയുന്നത്, മാർക്കറ്റ് വാച്ച് എന്ന് പറയുന്ന ഒരു ലീഡിംഗ് ന്യൂസ് പേപ്പറാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 50% ടെസ്ല വിൽപ്പന താഴോട്ട് പോയിട്ടുണ്ടെന്നുള്ളതാണ് ഈ ഒരു വാർത്ത. അത് ക്ലിപ്പ് താഴെ വെക്കാം, നിങ്ങൾ തന്നെ വായിച്ചു നോക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ അടിച്ച് വായിച്ചു നോക്കിയാൽ മതി, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പൊ നമ്മുടെ റിപ്പോർട്ട് എത്രമാത്രം ആക്യുറേറ്റ് ആയിട്ടാണ് നമ്മൾ ഇത് നിങ്ങൾക്ക് കൊണ്ട് തരുന്നത്, എത്തിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വാർത്ത എടുത്ത് ഇപ്പൊ ഇവിടെ പറയുന്നത്. അപ്പൊ കൊബാൾട്ട് യുദ്ധം ഇതുപോലെ സാധാരണ ജനങ്ങളുടെ ജീവൻ എടുക്കുന്ന ഒരു അവസ്ഥയും, അതിലൂടെ തീവ്രവാദികൾ അവരുടെ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് നടപ്പിലാക്കുന്ന ചില നിഗൂഢ തന്ത്രങ്ങളും എങ്ങനെയാണ് അവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നുള്ള ഒരു വിഷയമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത്. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.